ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ദൈവ കൃപ. നാം ദൈവകൃപയിൽ വളരണം, ദൈവകൃപയിൽ ബാക്കി ജീവിതം ജീവിക്കണം. നാം ദൈവശബ്ദം കേൾക്കണം. അവർ നമ്മെ മാടി വിളിക്കുമ്പോൾ അത് മനസ്സിലാക്കുകയും അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയും വേണം. കന്യമറിയാം കൃപ നിറഞ്ഞവളായിരുന്നു. അതെ, അവൾ കൃപ നിറഞ്ഞവൾ ആയിരുന്നു. ബാല്യകാലം മുതൽ തന്നെ അവൾ ദൈവത്തെ അറിഞ്ഞു ജീവിച്ചവളായിരുന്നു. അവൾ ദൈവശബ്ദം കേട്ടവളായിരുന്നു. അവൾ അനുസരിച്ചവൾ ആയിരുന്നു. അവൾ ലോകരക്ഷകന്റെ അമ്മയായി, ലോക ജനതയുടെ മാതാവായി. അവളുടെ മധ്യസ്ഥതയിൽ അപേക്ഷിക്കുന്നവരെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല എന്ന് നമുക്ക് ഏവർക്കും നമ്മുടെ അനുഭവങ്ങളിലൂടെ മനസ്സിലായിട്ടുണ്ട്. നാം ദൈവകൃപയിൽ വളരണം. അതിനായിട്ട് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമാകുന്നതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോടുകൂടിയുള്ള എൻ്റെ ദൈവകൃപയത്രേ. ആണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ ആണോ നാം ജീവിക്കുന്നത് എന്ന് നാം ഒന്ന് നമ്മോട് ചോദിക്കേണ്ടതുണ്ട്. നമുക്ക് ഇനി ദൈവകൃപ നഷ്ടപ്പെടുത്തിയ ചില വ്യക്തികളെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. യൂദയുടെ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം. അവർക്ക് അയ്യോ കഷ്ടം, അവർ കായീൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച ബിലെയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. അതായത് കായീൻ, ബിലെയാം, കോരഹ് എന്നീ വ്യക്തികൾ ദൈവകൃപ നഷ്ടപ്പെടുത്തിയവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവർക്ക് ദൈവകൃപ ലഭിച്ചിട്ടും അവർ അതിന് ഉപയോഗിച്ചില്ല. ഇത് നമ്മളും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ അല്ലേ എന്ന് നമ്മോട് തന്നെ നാം ചോദിക്കേണ്ടതുണ്ട്. ആയതിനാൽ നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് കിട്ടുന്നതായ കൃപാവരങ്ങൾക്ക് വേണ്ടി എപ്പോഴും നാം ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. ഇല്ല എങ്കിൽ ഈ കോരഹിനെ പോലെ, ഈ ബിലെയാമിനെ പോലെ, ഈ കായീനെ പോലെ നമുക്ക് കിട്ടുന്നതായ ആ അവസരങ്ങളെ വിനിയോഗിക്കാതെ, അവന് നന്ദി പറയാതെ നമ്മളതിനെ നഷ്ടപ്പെടുത്തുന്നവരായി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാം. ബെയോരിൻ്റെ മകനായ ബിലെയാമിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, മോവാബ് രാജാവായ സിപ്പോരിൻ്റെ മകൻ ബാലാക്ക് ആവശ്യപ്പെട്ടതനുസരിച്ച് ബിലെയാം മോവാബ് ദേശത്തേക്ക് കഴുതയുടെ പുറത്ത് യാത്ര തിരിക്കുന്നു. 3 പ്രാവശ്യം യഹോവയുടെ ദൂതൻ വാൾ ഊരി പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് വഴിമാറിയ തൻ്റെ കഴുതയെ അടിച്ച ബിലെയാമിനെയാണ് നാം ഇവിടെ കാണുന്നത്. സംഖ്യാപുസ്തകം 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നാം ബിലെയാമിൻ്റെ കാര്യങ്ങൾ അറിയുന്നു. സംഖ്യാപുസ്തകം 22-ന്റെ 31 മുതൽ ഒന്ന് വായിച്ചു നോക്കുക. അവൻ യഹോവയാൽ ശപിക്കപ്പെട്ടു എന്ന് കോരഹിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. മത്സരത്തിൻ്റെ ആത്മാവ്, മത്സരിച്ച് നശിച്ച് പോയവനാണ് കോരഹ്. നീ മത്സരിക്കുമ്പോൾ ഓർക്കുക, യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 21-ാം വാക്യം. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. അതായത് നിങ്ങളുടെ മനസ്സ് പറയും, ശരി, ഇതാണ്, തെറ്റിലേക്ക് നിങ്ങൾ പോകരുത് എന്ന്. ദൈവകൃപ, ദൈവവിളി സ്വീകരിച്ച് നാം ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നവരെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. അതായത് ഹാഗാർ, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഹാഗാറിന് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാകും. അബ്രഹാമിനെ നാം നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 4-5 വേദഭാഗം വായിക്കുമ്പോൾ അവിടെ നമുക്ക് അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച്, അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകും. ലോത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്ന ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം വായിക്കുമ്പോഴാണ്. സൊദോമിൻ്റെയും ഗൊമോറയുടെയും അവസ്ഥയിൽ നിന്നും അവനെ ദൈവം രക്ഷിച്ചതായി നാം കാണുന്നു.
എന്നാൽ ഡൗട്ട് വിചാരിച്ച സംശയിച്ച അവൻ്റെ ഭാര്യ ഉപ്പുതൂണായി പോയ വിവരം നമുക്ക് ഏവർക്കും അറിയാം. ശമൂവേൽ ബാലിനെ കുറിച്ച് നമുക്കറിയാം. 1 ശമൂവേൽ 3:4 യഹോവ ശമൂവേലിനെ വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനങ്ങൾ വഴിപിഴച്ചു പോയപ്പോൾ വഴിതെറ്റിയ സമയത്ത് എൽക്കാനയ്ക്കും ഹന്നായ്ക്കും ഉണ്ടായ മകനാണ് ഈ ശമൂവേൽ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ന്യായാധിപന്മാരുടെ കാലത്ത് ഗിദെയോൻ ഇസ്രായേൽ ജനങ്ങളെ സഹായിച്ചത് നമുക്ക് ഏവർക്കും അറിയാം. ഹാനോക്കിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവനാണ്, കാരണം അവൻ ദൈവത്തോട് കൂടെ നടന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഏലിയാവ് ദൈവപുരുഷനായിരുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അങ്ങനെ അനേകം ആൾക്കാരുണ്ട്. ദൈവകൃപയിൽ നാം ജീവിച്ച് കാണിച്ചാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവവിളിയെ ശ്രദ്ധിക്കുകയുള്ളൂ. നമ്മുടെ കുടുംബം നമ്മുടെ കയ്യിൽ തന്നെ. അതിനാൽ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ആ ഏലിയാവിൻ്റെ ശിഷ്യനായിരുന്ന ഏലീശായെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. അവന് ഏലിയാവിൻ്റെ 2 ഇരട്ടി ശക്തി വേണമെന്ന് പറയുമ്പോൾ നമുക്ക് അവൻ്റെ ആ ദുരാഗ്രഹമാണോ എന്നുള്ളൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും വരാറുണ്ട്. എന്നാൽ അതിൽ അവൻ അഹങ്കരിക്കാതെ അവൻ ദൈവത്തിൻ്റെ അനുഗ്രഹം അവന് ലഭിച്ചത് ആ കൃപാവരങ്ങളെ ശരിക്കും ഉപയോഗിച്ചവനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ ഓരോ ദൈവപുരുഷന്മാരെയും നമ്മൾ നോക്കി അവരെ അനുകരിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ പരിമല തിരുമേനിയെ നോക്കുക. പരിമല തിരുമേനി പരിശുദ്ധനായത് എങ്ങനെയാണ്? തൻ്റെ പ്രവൃത്തിയിലൂടെയാണ്. പാമ്പാടി തിരുമേനിയെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നാടിനാവശ്യമുണ്ടായിരുന്ന അവസരത്തിൽ എങ്ങനെയൊക്കെയാണ് ആ നാടിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സ്വയം ത്യാഗം ചെയ്തതെന്നൊക്കെയും നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ആ ദൈവകൃപയെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരികയും മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതായ ഉപകാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവരെ സഹായിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് ഉപകരിക്കുന്നുവെങ്കിൽ അത് ദൈവം നമ്മളിൽ കണ്ട് നമ്മളിൽ ആ നല്ല ഗുണം കണ്ട് നമ്മളെ ദൈവം അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, കാരുണ്യവാനായ കർത്താവേ, ഇതേവരെ ഞങ്ങളെ കാത്തിരിച്ചതിനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. വരുവാനിരിക്കുന്ന ഓരോ നിമിഷങ്ങളും കർത്താവേ, നിന്റെ കാവലും കോട്ടയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഉണ്ടായിരിക്കുമാറാകണമേ. നിന്റെ കൃപ ലഭിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ തയ്യാറാക്കണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ വിശ്വാസത്തിൽ നീ ശങ്കിക്കരുതേ. മഹാപാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥന അനനിയാവേ, ആശ്ചര്യാവേ, മീശായേൽ, ദാനിയേൽ എന്നീ പൈതങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിച്ചതുപോലെ നീ കൈക്കൊള്ളണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തോത്രവും അർപ്പിക്കുന്നു. ആമീൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ വഴി ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.